ഇന്ന് പാലക്കാട് നടന്ന CPIM വിമതരുടെ കൺവെൻഷനും അതിന് തുടർച്ചയായി നടന്ന സംഭവങ്ങളും വലിയ രാഷ്ട്രീയ പ്രതിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത PK ശശിയുടെ പ്രസംഗം. സുരേഷ് ബാബു സ്പിരിറ്റ് കച്ചവടക്കാരനും മദ്യപാനിയുമാണ് എന്നതടക്കം ഗുരുതര ആരോപണങ്ങളാണ് കൺവെൻഷനിൽ PK ശശി ഉയർത്തിയത്. പിന്നാലെ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ CPIM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. അതേസമയം ശശിയുടെ ആരോപണങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ തന്നെ സുരേഷ് ബാബുവും മറുപടി നൽകി. ശശി ഒന്നിനും കൊള്ളാത്തവൻ ആണെന്നും ഉയർത്തിയ ആരോപണങ്ങൾ തെളിയിക്കാനായാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും EN സുരേഷ് ബാബു വെല്ലുവിളിച്ചു. ഇന്ന് നടന്ന കൺവെൻഷനിൽ പങ്കെടുത്തത് സാമ്പത്തിക ആരോപണങ്ങളിലും സ്ത്രീ വിഷയങ്ങളിലും പാർട്ടി നടപടിയെടുത്തവരാണെന്നും കൂടാതെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും നല്ലൊരു സംഭാവനയും പരിപാടിയിൽ ഉണ്ടായെന്നും സുരേഷ് ഗോപി ആരോപിച്ചു. കൺവെൻഷന്റെ ഭാഗമായി PK ശശി ചെയർമാനും വിമത നേതാവ് M സതീഷ് കൺവീനറുമായ മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മ എന്ന സംഘടനയ്ക്കും വിമതർ രൂപം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് CPIMനെ പ്രതിരോധത്തിലാക്കാനാണോ PK ശശിയുടെ പുതിയ നീക്കം? പാർട്ടിക്ക് നല്ല വേരോട്ടമുള്ള പാലക്കാട് PK ശശി ഉയർത്തുന്ന ആരോപണങ്ങൾ തിരിച്ചടിയാകുമോ? ആദ്യം കാണാം RDX റാപ്പ്. പാലക്കാട് നടന്ന CPIM വിമതരുടെ കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയ PK ശശിയെ വലിയ ആവേശത്തോടെയാണ് വിമത നേതാക്കൾ സ്വീകരിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച ശശി പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. ജില്ലാ സെക്രട്ടറി മദ്യപാനിയാണെന്നും സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്നും തുടങ്ങി ഗുരുതര ആരോപണങ്ങളാണ് PK ശശി ഉന്നയിച്ചത്. വിമതരുടെ കൂട്ടായ്മയല്ല, മറിച്ച് ഉശിരുള്ള വിപ്ലവകാരികളുടെ കൂട്ടായ്മയാണിതെന്നും ശശി പറഞ്ഞു. പാർട്ടിയുമായി അതിർത്തിയുള്ള എല്ലാവരെയും ചേർത്ത് മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മ എന്ന സംഘടന രൂപീകരിക്കുന്നതായും കൺവെൻഷനിൽ പ്രഖ്യാപനമുണ്ടായി. 13 അംഗങ്ങളുള്ള ജില്ലാ കമ്മിറ്റിയായി രൂപീകരിച്ച കൂട്ടായ്മയിൽ ചെയർമാനായി PK ശശിയും കൺവീനറായി M സതീഷും പ്രവർത്തിക്കും. ഇതിനിടെ ശശിയെ പുറത്താക്കാനുള്ള CPIM സംസ്ഥാന കമ്മിറ്റി തീരുമാനമറിയിച്ച ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ശശിയുടെ ആരോപണങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്തു. ശശി ഉന്നയിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുള്ളതായി കണ്ടെത്തിയാൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നും സുരേഷ് ബാബു വ്യക്തമാക്കി. RDX റാപ്പ് ന്യൂസ് മലയാളം. രൂക്ഷമായ ഭാഷയിലാണ് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ PK ശശി ഇന്ന് പ്രസംഗിച്ചത്. ജില്ലാ സെക്രട്ടറി മദ്യപാനിയും സ്പിരിറ്റ് കച്ചവടക്കാരനും അക്ഷരവിരോധിയുമാണെന്ന് ആരോപിച്ച PK ശശി പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ സുരേഷ് ബാബുവിനെ പുറത്താക്കണമെന്നും പറഞ്ഞു. ഉശിരുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടായ്മയാണിതെന്നും ജില്ലയിലെ CPIM നേതാക്കളാണ് ഈ കൂട്ടായ്മയിലേക്ക് തന്നെ എത്തിച്ചതെന്നും ശശി കൂട്ടിച്ചേർത്തു. കേൾക്കാം. ഇത് വിമതരുടെ കൂട്ടായ്മയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഉശിര് പണയം വെക്കാത്ത, ആത്മാഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്ന, അനേകായിരങ്ങളുടെ ജീവരക്തം കൊണ്ട് നിറം പകർന്ന ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇൻകുലാബിന്റെ ശബ്ദം ഇടിമുഴക്കമായി ഏറ്റുവാങ്ങുന്ന വിപ്ലവകാരികളുടെ കൺവെൻഷനാണ് ഇത്. കമ്മ്യൂണിസ്റ്റുകാരന്റെ കൺവെൻഷനാണ്. കൺവെൻഷനിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ കൊഴിഞ്ഞാമ്പാറയിലെ വിമത നേതാവ് M സതീഷും ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ജില്ലാ സെക്രട്ടറി റിസോർട്ടിലിരുന്ന് മദ്യപിച്ചാണ് തീരുമാനമെടുക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾക്കടക്കം ഇത്തരത്തിൽ സ്ഥാനങ്ങൾ കൊടുത്തെന്നും സതീഷ് ആരോപിച്ചു. ഞാൻ ചോദിക്കുന്നത്, ലോകത്തിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ തീരുമാനിക്കുമോ? ഏതെങ്കിലും ഒരു റിസോർട്ടിൽ ഇരുന്ന് മദ്യപിച്ച് ഇന്ന ആളെ നമുക്കൊരു സ്ഥാനം കൊടുക്കാമെന്ന് തീരുമാനിച്ച് പാർട്ടി സഖാക്കളെ അടിച്ചേൽപ്പിച്ച് അത് നടപ്പിലാക്കുന്നതിന് ശ്രമിക്കുമോ? ലോകത്ത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത ചരിത്രം നമ്മുടെ എല്ലാം മുമ്പിലുണ്ടോ? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? ഇതാണ് ഞങ്ങൾ ചോദിച്ച തെറ്റ്. അതേസമയം PK ശശിയെ ന്യായീകരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് സംസാരിച്ചു. ശശി സ്വയം രാജിവെച്ച് പുറത്തു വന്നയാളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും യാതൊരു കേസും ഇല്ലാത്തയാളാണ് ശശിയെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ശശിയെ സ്വീകരിക്കുന്നത് കോൺഗ്രസിന് പരിഗണിക്കേണ്ടി വരുമെന്ന് മുൻ KPC പ്രസിഡന്റ് K സുധാകരനും പ്രതികരിച്ചു. അദ്ദേഹത്തിനെ പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹമല്ലേ ഇപ്പോൾ രാജിവെച്ചത്? KNDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച അദ്ദേഹമല്ലേ? അവരുടെ പാർട്ടിയിൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം ആ സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്തതും പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്തു. അല്ല, PK ശശിയുടെ പേരിൽ CPM എന്തെങ്കിലും നടപടി എടുത്തായി എനിക്കറിയില്ല. പരസ്യമായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഒക്കെ പരിഗണിക്കാം. അതൊക്കെ പരിഗണിക്കേണ്ടി വരും. ഒരാൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സേവനം നാട്ടിന് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങളത് ഏറ്റെടുക്കും. PK ശശിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സുരേഷ് ബാബുവും രംഗത്തെത്തി. ശശി പറയുന്നത് മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ലെന്നും ആരോപണങ്ങൾ തെളിയിക്കാൻ ശശിക്ക് സാധിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്നും സുരേഷ് ബാബു പറഞ്ഞു. ശശി തെറ്റുതിരുത്തുമെന്നാണ് ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്നതെന്നും എന്നാൽ സ്വയം നശിക്കാൻ ഒരാൾ തീരുമാനമെടുത്താൽ തനിക്കെന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. ശശിയെ പുറത്താക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തായും സുരേഷ് ബാബു അറിയിച്ചു.
നിലവിലിപ്പോൾ പി കെ ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. അതാണ് ഒന്ന്. രണ്ടാമത് പി കെ ശശി പറയുന്നതിനൊക്കെ ഇനി മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? പി കെ ശശി എനിക്കെതിരെ പറഞ്ഞൊരു ആരോപണം, ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. പക്ഷേ ഇതിപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും രസമുള്ള സംഭവ വികാസങ്ങളിൽ ചിലതെല്ലാം ഈ CPIM നിന്ന് ഇങ്ങനെ ആളുകൾ പോകുന്നതാണ്. ഇപ്പോൾ ഗൗരിയമ്മ, MV രാഘവൻ, RMP പോയിട്ട് പിന്നെ അങ്ങനെ സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ CPIM എന്ന പാർട്ടിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ പിണങ്ങി പോകുന്നതും ഇങ്ങനെ വലിയ രൂക്ഷമായ വഴക്കുകൾക്കൊടുവിൽ പോകുന്നതും കേരള രാഷ്ട്രീയത്തിലെ വലിയ എപ്പിസോഡുകളാണ്. ഇതിപ്പോൾ അങ്ങനെ ഒരു വലിയ എപ്പിസോഡാവുക. ഇതിപ്പോൾ അത്ര എപ്പിസോഡുകളിലെല്ലാം ഇപ്പോൾ ഗൗരിയമ്മയാണെങ്കിലും MV രാഘവനാണെങ്കിലും ഇളകിപ്പോയ ആളുകളും രാഷ്ട്രീയത്തിൽ നിലനിൽക്കും. CPIM പ്രത്യേകിച്ച് തട്ടുകടന്നും പറ്റുകയില്ല. എന്താ വിചാരിക്കുന്നത്? അല്ല, CPIM-നൊരു സംഘടനാ ശരീരമുണ്ട്, അതിന് ഒരു രീതിയുണ്ട്. മൊത്തം പൊതുസമൂഹം ഇങ്ങനെ മാറി നിന്ന് നോക്കിക്കാണുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി അതിനൊരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ടും അവർക്ക് എന്തൊക്കെയോ ചില നടപടിക്രമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഒരു സംഘടനയുടെ മറയുള്ളതുകൊണ്ടും ഒക്കെ അവരിൽ ഒരു നടപടി ഉണ്ടായാൽ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടും സ്വാഭാവികമായും. അല്ലെങ്കിൽ അവരിൽ നിന്നൊരാൾ പിണങ്ങി പിരിഞ്ഞു പോയാൽ അതും കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. ഈ CPIM-ൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിസ്ഥാന തത്വവും അതിൻ്റെ ഏറ്റവും വലിയ ബലവും എന്താ സനീഷ? ഏറ്റവും ഈ പരസ്പരമുള്ള ആ ഒരു എന്താണ് കോമ്രേഡ്ഷിപ്പാണ്. അത് പൊളിഞ്ഞൊരാൾ പുറത്തേക്ക് പോവുക എന്നുള്ളത് പോകുന്നയാളെ സംബന്ധിച്ചും വലിയ ഹൃദയവേദനയുള്ള കാര്യമായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പാർട്ടിയെ സംബന്ധിച്ചും വലിയ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ പയ്യെ പയ്യെ അതിൻ്റെ ഒരു മുറുക്കം മാറി പതുക്കെ ഇതൊരു സാധാരണ സംഭവിക്കുന്ന കാര്യമായി, പല സ്ഥലങ്ങളിലും പലപ്പോഴും സംഭവിക്കുന്ന കാര്യമായി മാറി. നേരത്തെയൊക്കെ എന്താണ്, ഇപ്പോൾ MV രാഘവൻ പോയാൽ MV രാഘവൻ കേരളത്തിന് നെടുകെ ആണ് ഈ വിഷയത്തിൽ ഒരു പ്രശ്നം സംഭവിക്കുക. അല്ലെങ്കിൽ KR ഗൗരിയമ്മ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് അത് സംഭവിക്കുക. പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ല. ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അവരവിടെ RMP രൂപീകരിക്കുമ്പോൾ അതൊരു ഒരു പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ്. അവിടെ ഇതുപോലെ തന്നെ പാലക്കാട് MR മുരളി ഇറങ്ങുമ്പോൾ അവിടെയും ആ പ്രാദേശികമായി ഒരു പ്രശ്നം എന്ന നിലയ്ക്കാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും ഇത്തരം ചെറിയ കൂട്ടായ്മകൾ എന്ന മട്ടിൽ ആളുകൾ വിട്ടിറങ്ങുന്നുണ്ട്. അത് ആത്യന്തികമായി ഈ അസംതൃപ്തരുടെ ഒരു കൂട്ടം ഈ സംവിധാനത്തിനകത്ത് രൂപപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് തുടർച്ചയായ ഭരണത്തിലൊക്കെ ഉള്ളപ്പോൾ ആളുകൾക്ക്, അതായത് അതിൽ ചിലർക്ക് നേട്ടമുണ്ട് ചിലർക്ക് നേട്ടമില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് സജീവമാക്കുകയും ആ ചർച്ചയിൽ വീണ് പോയിട്ട് അസംതൃപ്തരാകുകയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. വേറൊന്ന് എന്താണ്, ഈ പി കെ ശശിയെ പോലെ ഈ പാർട്ടി ഒരു തരത്തിലും ശരിയായ തീരുമാനം എടുക്കാത്തത് കൊണ്ട് അതിനുള്ളിൽ തന്നെ പിന്നെ നിന്ന് തഴച്ചു വളർന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പാർട്ടിയുമായി ഇടഞ്ഞ് പുറത്തു പോകുന്ന, അതായത് ഇനി അങ്ങോട്ടുള്ള വളർച്ച മുരടിക്കുമ്പോൾ ഇടഞ്ഞ് പുറത്തു പോകുന്ന നേതാക്കന്മാരിൽ ചിലർ. ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു കൂട്ടായ്മ അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ബാക്കി അവിടെ വന്നിരിക്കുന്ന ആളുകൾ ഒക്കെ ആരാണ്? CPM-ലെ അസംതൃപ്തരാണ്. ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം ഒരു ഫാൻസ് ക്ലബൊക്കെയുള്ള ഒരു താരമാണ്. ഈ പാലക്കാട്ട് പാർട്ടിയിലെ ഒരു താരം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം മനസ്സിലാക്കുന്നതല്ല, 2018 മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടാകുന്നു. DYFIയുടെ ഒരു ജില്ലാ നേതാവ് തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. വനിതാ നേതാവ് നിരന്തരം ശല്യപ്പെടുത്തി എന്നുള്ളതായിരുന്നു ആരോപണം. ആ ആരോപണം പാർട്ടിക്കകത്താണ് ഉന്നയിക്കുന്നത്, പുറത്ത് പരാതിയായി പോവുകയല്ല ചെയ്തത്. പാർട്ടി എപ്പോഴും അതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? ഇത്തരം കേസുകൾ വരുമ്പോൾ പാർട്ടിക്കുള്ളിൽ പരാതി മതി എന്നാണ് വനിതാ നേതാവിൻ്റെ തീരുമാനം. അതുകൊണ്ടത് പാർട്ടിക്കുള്ളിൽ, രാജ്യത്തെ നിയമവും നയവും വേറെയാണ്, അത് മറ്റൊരു സംഗതി. പക്ഷേ പാർട്ടിക്കുള്ളിലാണ് പരാതി, പാർട്ടിക്കുള്ളിൽ പരിഹരിക്കണം എന്നുള്ള പരാതി എന്ന മട്ടിലൊരു പരാതി വരുമ്പോൾ പാർട്ടിക്കുള്ളിൽ അത് പരിഗണിക്കുന്നു എന്നാണ് പാർട്ടി പറയുക. 6 മാസം സസ്പെൻഷൻ എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടി. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തെ പരവതാനി വിരിച്ചകത്തേക്ക് കയറ്റുകയാണ് വീണ്ടും ചെയ്തത് പാർട്ടി. അന്ന് ഒപ്പം നിന്നവരാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭത്സനം ഏറ്റുവാങ്ങുന്ന ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ. അങ്ങനെയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ സുരേഷ് ബാബുക്ക് മൂപ്പരുടെ കൂടെയായിരുന്നു ആ ഒരു ഘട്ടത്തിൽ അവർക്ക്, അതായത് അത് പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ബന്ധപ്പാടിലായിരുന്നു എന്ന് അവിടുന്ന് ആ കാലത്ത് ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു അവിടുത്തെ അന്നത്തെ ഒരു കൂട്ടായ്മയുടെ സ്വഭാവം. പിന്നീട് എന്താണ്, ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കൊള്ളിയാണ്. ഇദ്ദേഹത്തിന് അത് പോരാ. അതാണ് അത് മാത്രമല്ല, അവിടുത്തെ വളരെ ക്വാളിറ്റിയുള്ള എന്ന് CPM തന്നെ വിലയിരുത്തുന്ന, പിന്നീട് ഇപ്പോൾ ഈ 2018 ശേഷം അടുപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്ന നേതാക്കളായിട്ടുള്ള പലരും തന്നെ ഇദ്ദേഹത്തിൻ്റെ വെട്ടിൽ വീണുപോയവരാണ് പല ഘട്ടങ്ങളിലായി. അങ്ങനെ ഇദ്ദേഹം ഉഗ്രപ്രതാപിയാണ്. ഇന്ന് അദ്ദേഹത്തിന് CITUവിൻ്റെ നേതൃത്വം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്.
അദ്ദേഹം അവിടെ ഉഗ്രപ്രതാപിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏത് തരത്തിലും ഇതിനെ അതായത് CPIM ആഗ്രഹിക്കുന്ന സംഗതി എന്താണ്? പാർട്ടിക്കുള്ളിൽ ഒരു ഫാൻ ബേസ് ഉള്ള നേതാവായി ഒരാൾ വളരരുത് എന്ന് തന്നെയാണ്. പാർട്ടിയാണ് ആത്യന്തികമായി എല്ലാം എന്നുള്ളതാണല്ലോ അവരുടെ ഒരു സങ്കല്പം. ആ സങ്കല്പത്തിന് ചേർന്ന നേതാവല്ല ഇദ്ദേഹം. പക്ഷേ ഇദ്ദേഹത്തെ വിലയിരുത്തുന്നത് സംസ്ഥാന നേതൃത്വവും പരാജയപ്പെട്ടു. ഇദ്ദേഹത്തെ വിലയിരുത്തിയത് ഇദ്ദേഹത്തിന് എന്താണ് ഈ ഗുരുതരമായ ആരോപണം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ചിട്ട് KTDCയുടെ ചെയർമാനാക്കുന്നത്. അത് സത്യത്തിൽ എന്നിട്ടും പാലക്കാട്ടിലുള്ള പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങൾ ഇദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതിൽ തന്നെ നമുക്കറിയാമല്ലോ. ഇദ്ദേഹം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഫാൻ ബേസാണ്, ഫാൻസിനെയാണ് ധാരാളം ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാവരെയും ഞാൻ ആ കൂട്ടത്തിൽ പെടുത്തില്ല. ഇപ്പോൾ അവിടുത്തെ വലിയ കൂട്ടായ്മയിൽ മറ്റെല്ലാവരും അങ്ങനെ ആ ഒരു ഫാൻസ് ഇങ്ങനെ പോയതാണ്. അവർ മറ്റു പല കാരണങ്ങളും കൊണ്ട് അസംതൃപ്തരായി മാറി നിന്നവരാണ്. അപ്പോൾ അവർക്കൊരു നേതാവിന് ഇദ്ദേഹത്തിന് നല്ല അസാമാന്യമായ എന്താണ് ഒരു നേതൃശേഷിയുണ്ട്. ആ നിലയ്ക്ക് സംസാരിക്കാനും അറിയാം, നല്ല നേതൃശേഷിയുണ്ട്, സംഘാടകനാണ്, ഇതെല്ലാമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ രീതി കൊണ്ട് അങ്ങനെ ഒരു പാർട്ടി ചുമക്കേണ്ടതുണ്ടോ എന്നുള്ളത് അപ്പോൾ ആലോചിക്കണമായിരുന്നു. പിന്നെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ ഈ തീവ്രത ഈ സതീശൻ അളക്കട്ടെ എന്ന്. അത് പറയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം എന്താണ്? ഇവർ തീവ്രത കുറഞ്ഞതാണെന്ന് കണ്ടെത്തിയിട്ട് അവിടേക്ക് സംഭാവന ചെയ്തിരിക്കുന്നതാണ് ഇദ്ദേഹത്തെ. അതായത് CPIM ഇദ്ദേഹം വളരെ തീവ്രത കുറഞ്ഞ ബോംബാണെന്ന് CPIM തന്നെ കണ്ടെത്തി സീൽ ചെയ്ത് സംഭാവന ചെയ്തിരിക്കുകയാണ് കോൺഗ്രസിന്, അല്ലെങ്കിൽ ആ മുന്നണിക്ക്. ബാക്കി അവിടെയുണ്ട്. പിന്നെ അതിലൊരു പ്രശ്നം, ഇപ്പോൾ കോൺഗ്രസ് അവിടെ അത് ചെയ്യേണ്ടിയിരുന്നോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം അവിടെ നിൽപ്പുണ്ട്. അവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു കുഴിക്കകത്താണ് ഈ പാലക്കാട് മണ്ഡലത്തിലെ കാര്യം എടുത്താൽ. ഇത് പാലക്കാട് മാത്രം ബാധിക്കുന്ന വിഷയമല്ല. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ചിലപ്പം ഈ എല്ലാവരും പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നാമത് ഫേസ്ബുക്കിൽ നല്ല ലൈക്ക് കിട്ടുന്നുണ്ട്, 2 പാലക്കാട് പുള്ളി ഇപ്പോഴും എന്താണ് വളരെ സജീവമാണ്, ആക്റ്റീവാണ്, നിന്നാൽ ഇപ്പോഴും ജയിക്കുമെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പാലക്കാട് ചിലപ്പോൾ ബാധിക്കുന്നുണ്ടാവില്ല, പക്ഷേ കേരളം മുഴുവൻ അത് ബാധിക്കുന്ന വിഷയമാണ്. ഇത് PK ശശി എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉണ്ടായ ഘട്ടത്തിൽ പോലും ഈ തീവ്രത കുറഞ്ഞത് നിങ്ങളുടെ കയ്യിലല്ലേ എന്ന് CPMനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ആരോപണമായി കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതും എടുത്ത് മടിയിൽ വെച്ചിട്ടുണ്ട്, ആ ബോംബും മടിയിൽ വെച്ചിട്ടുണ്ട്. അത് കോൺഗ്രസും ചെയ്യണമായിരുന്നോ എന്നുള്ളത് ആലോചിക്കണം. ആത്യന്തികമായി ഇത് എന്താണ് ഇനിയിപ്പോൾ PK ശശിയെ കുറ്റം പറയുന്നത് CPIM കുറ്റം പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അവർ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹം തീവ്രത കുറഞ്ഞ ആളാണ് എന്നുള്ളത്. ഇതിൽ അത് തന്നെയാണ്. അതായത് ഈ തീവ്രത അളക്കുന്ന മെഷീൻ എന്ന വൻമരം വീണു രാഷ്ട്രീയ കേരളത്തിൽ. കാരണം തീവ്രത അളക്കുന്ന മെഷീൻ എന്ന പ്രയോഗം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ UDFകാരായിരുന്നു, കോൺഗ്രസ്സുകാർ. ഇപ്പോൾ എന്ത് ഈ പറയുന്ന ഈ സെക്ഷലി ഉപദ്രവിച്ച സംഭവങ്ങൾ രാഷ്ട്രീയ രംഗത്ത് നിന്ന് വന്നാലും ഇവർ പെട്ടെന്ന് CPMനെതിരെയും മറ്റുമൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമായിരുന്നു തീവ്രത അളക്കുന്ന മെഷീൻ എന്നത്. ആ വൻമരം ഇവരുടെ കയ്യിൽ നിന്ന് വീണു. ഇനിയിപ്പോൾ അവർക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ആ തീവ്രത അളക്കുന്ന മെഷീൻ എന്ന് പറയുന്ന സംഗതി ഇവരുടെ കാലത്തായി. ഇപ്പോൾ ആറാട്ട് സിനിമയാണ് ആറാട്ടണനെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞതുപോലെ ഈ PK ശശിയാണ് തീവ്രത അളക്കുന്ന മെഷീൻ എന്ന ഈ പ്രയോഗത്തിന് കാരണഭൂതനായത്. അപ്പോൾ ആ മെഷീൻ ഇങ്ങോട്ട് വരികയാണ്. ഇനിയിപ്പോൾ ഇവർ UDFകാർ അപ്പോൾ ഇതുവരെ എഴുതിയെല്ലാം താഴേക്ക് വെക്കണം, ഇനി അത് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ദുരന്തമാണ് ഇതിനകത്തുള്ള കൗതുകകരമായിട്ടുള്ളൊരു കാര്യം. ഈ തീവ്രത എന്നുള്ളത് ഹർഷനോർമ്മയില്ല. അതായത് PK ശ്രീമതിയും AK ബാലനുമായിരുന്നു ഈ പരാതി അന്വേഷിക്കാൻ വേണ്ടി CPIM നിയോഗിച്ച കമ്മീഷൻ. അപ്പോൾ പിന്നീട് ശ്രീമതി ടീച്ചർ തന്നെ വന്ന് പറഞ്ഞു ഞാൻ എവിടെയും അല്ലെങ്കിൽ റിപ്പോർട്ടിൽ എവിടെയും തീവ്രത കുറവാണ് എന്നൊരു വരി ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ അത് അന്തരീക്ഷത്തിലേക്ക് വന്നു വരും. നമ്മൾ പതിവ് പോലെ മാധ്യമങ്ങൾ ആരെങ്കിലും തന്നെ ഇങ്ങനെ ചെയ്ത് വേണ്ടത്ര ശിക്ഷിക്കാൻ മാത്രമുള്ള, വലിയ ശിക്ഷ കൊടുക്കാൻ മാത്രമുള്ള തീവ്രതയുള്ള ആരോപണമല്ല എന്നോ മറ്റോ പറഞ്ഞതായിട്ട് ഏതോ മാധ്യമം മറ്റോ എഴുതിയതായിരിക്കണം. എങ്ങനെയായാലും അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അത് പക്ഷേ ഇനിയിപ്പോൾ UDFകാർക്ക് അതെടുത്തിട്ട് അങ്ങോട്ട് മാറ്റിവെക്കാം. അത് LDFകാർ ആദ്യം മണിക്കൂർ തന്നെ എടുത്തു എന്നതാണ് നമ്മൾ ഈ തീവ്രത എന്നുള്ള വാക്ക് EN സുരേഷ് ബാബു പ്രയോഗിച്ചതോടെ കണ്ടത്. ഇപ്പോൾ K ജയദേവനെ പോലുള്ള ഏരിയ സെക്രട്ടറിമാരൊക്കെ ആയിരുന്ന ആളുകളല്ലേ, അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ പരാതി കൊടുത്തിരുന്നു എന്നൊക്കെ എഴുതുന്ന കാണുമ്പോൾ CPIമാരോട് നാട്ടുകാർ ചോദിക്കില്ലേ, അതായത് നിങ്ങൾ ഈ പറയുന്ന കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അധ്യക്ഷനായിട്ടാണ് കൊണ്ടുപോയി കൊടുത്ത കേട്ടോ. അതായത് ഇമാതിരി ഒരു കുഴപ്പം ചെയ്ത ഒരാളെ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പദവി എടുത്തിട്ട് ഇയാൾക്കും കൊടുത്തു. ഇവരിപ്പോൾ പറയുന്ന കുറ്റം പറയുന്ന ആൾ. അതായത് ഇവരുടെ ഇത്തരം സംഗതികളിലെല്ലാം ആളുകൾക്ക് ഒരു അവിശ്വാസം വരും. കാരണം ഇങ്ങനെ കുഴപ്പക്കാർ
കുഴപ്പക്കാരാണ് എന്ന് കാണുന്ന ആളുകളെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് കുഴപ്പക്കാരനാണെങ്കിലും അങ്ങ് പിടിച്ചു നിർത്തിയേക്കാന്ന് കരുതിയിട്ട് ചെറിയ ഈ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട്, ചെറുതല്ല ഇത്, KTDC ചെയർമാൻഷിപ്പ് അത്ര ചെറുതല്ല, അതൊക്കെ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും കൂടെ നിർത്തുക എന്നുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഇയാൾക്കില്ലാത്ത കുറ്റം ഉണ്ടാവില്ല. ഇനിയിപ്പം നാളെ മുതൽ CPM പറയുന്ന കേട്ടാൽ വിചാരിക്കും ഇയാൾ ഒരു 25 കൊല്ലം മുമ്പേ CPM പുറത്താകേണ്ടുന്ന ആളാണെന്നാണ് ഇവരെല്ലാവരും കൂടെ സ്ഥാപിക്കുക. കോൺഗ്രസ്സുകാർ പറയുന്ന കേട്ടാൽ വിചാരിക്കും ഇയാളാണെങ്കിൽ ഇപ്പം തന്നെ രമേശ് ചെന്നിത്തല പറയുന്നത് അയാൾക്കെതിരെ ഒരു കേസുമില്ലല്ലോ, ഒരു പരാതി ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു പ്രശ്നമില്ല എന്നാണല്ലോ CPM പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും നാളും പിന്നെ നിങ്ങൾ തീവ്രത അളക്കുന്ന മെഷീൻ പറഞ്ഞ് ഇയാൾ എന്തിനാണ് കുറ്റപ്പെടുത്തിയത്? അപ്പം നമ്മുടെ ഭാഗത്താകുമ്പോൾ കുഴപ്പമില്ല, നമ്മുടെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം കുറ്റം പറയും. ഈ രാഷ്ട്രീയക്കാർ മൊത്തം കുഴപ്പക്കാരാണെന്ന് നാട്ടുകാർ വല്ലപ്പോഴുമൊക്കെ പറയുന്നതിന് കാരണങ്ങളിലൊന്ന് ഈ PK ശശി എപ്പിസോഡൊക്കെയാണ് എന്നുകൂടെ നമ്മൾ കാണണമെന്ന് എനിക്ക് തോന്നുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ പടലപ്പടക്കങ്ങളും വാദപ്രതിവാദങ്ങളും തന്നെയാണ് ഇന്ന് പാലക്കാട് കാണാനായത്. കുറച്ചു കാലമായി അന്തരീക്ഷത്തിലുണ്ടായ PK ശശിയുടെ പടനീക്കത്തിന് അവസാനം തീരുമാനമായിരിക്കുന്നു. വിമതരെ ഏകോപിപ്പിച്ചുകൊണ്ട് ശശി രൂപീകരിച്ച പുതിയ സംഘടന CPIM വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുമോ എന്നതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്. പാലക്കാട്ടെ CPIM സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ വെല്ലുവിളിച്ച് നേതാക്കൾ പുറത്തു പോകുന്ന കാഴ്ചയും ഇതാദ്യമല്ല. MR മുരളിയെപ്പോലെ വെല്ലുവിളിയുമായി പുറത്തു പോവുകയും പിന്നീട് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തിട്ടുള്ള നേതാക്കളുടെ ചരിത്രം പാലക്കാട്ടെ പാർട്ടിക്ക് മുന്നിലുണ്ട്. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ശശിയുടെ നീക്കം എതിരാളികൾക്ക് രാഷ്ട്രീയ ആയുധം നൽകുമോ എന്നതാകും പാർട്ടിയുടെ പ്രധാന ആശങ്ക. കൂടാതെ താഴെത്തട്ടിലുള്ള അണികളിലേക്ക് ഈ തർക്കങ്ങൾ പടരുന്നത് തടയാനും പാർട്ടി മുൻകരുതലെടുക്കേണ്ടി വരും. ആരോപണങ്ങൾ തെളിയിക്കാൻ ശശിയെ വെല്ലുവിളിക്കുന്ന സുരേഷ് ബാബുവിനും പാർട്ടിയെ വെല്ലുവിളിച്ച് പുതിയ സംഘടനയുമായി ഇറങ്ങിയ PK ശശിക്കും ഇടയിലുള്ള ഈ പോരാട്ടത്തിൽ യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുന്നത് പാലക്കാട്ടെ ഇടതുപക്ഷ രാഷ്ട്രീയം നിൽക്കുന്ന ആളുകളാണ്. UDF സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ വേണ്ടിയായിരുന്നോ ശശിയുടെ ഈ പടപ്പുറപ്പാടെന്നതിനും ഉത്തരം വരും ദിവസങ്ങളിൽ അറിയാം.